ആദ്യം ജോർജ് പൊടിപ്പാറയിലേക്ക്. ജോർജ് പൊടിപ്പാറ, വളരെ കുറച്ച് അംഗങ്ങൾ മാത്രം ചേർന്ന വിഷയങ്ങളിൽ വളരെ വേഗം തീരുമാനമെടുക്കാനുള്ള ഒരു സംവിധാനം, അതിൽ അംഗങ്ങളുടെ ബാഹുല്യം കൊണ്ട് അതിനെ ഒരു ജംബോ കമ്മിറ്റി ആക്കുന്നു എന്നത് മാത്രമല്ല, പ്രശ്നങ്ങളും തർക്കങ്ങളും ഒട്ട് തീരുന്നില്ല താനും. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ അതായത് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ കാര്യസമിതിയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അന്നത് 2018 രൂപീകരിക്കുന്ന സമയത്ത്, അല്ല 2016 21 അംഗങ്ങളുമായിട്ടാണ് രാഷ്ട്രീയ കാര്യസമിതി രൂപീകരിച്ചത്. പിന്നീട് അതിൽ നിന്ന് 3 അംഗങ്ങൾ കുറഞ്ഞു. ഇപ്പൊ നിലവിൽ 18 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ പുനഃസംഘടിപ്പിച്ചപ്പോൾ അത് 36 പേരായി. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് KPCCയില് കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ 18-ൽ നിന്ന് 36-ലേക്കുള്ള ആ ഒരു വർധന എന്ന് പറയുന്നത് വീണ്ടും ആ പഴയ ആരോപണം ഉയർന്നു വരാനിടയാക്കിയോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അതായത് 36 അംഗ ജംബോ കമ്മിറ്റി, രാഷ്ട്രീയകാര്യ സമിതി ഒരു ജംബോ കമ്മിറ്റി ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ കഴിയുന്നിടത്തോളം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര ആരോപണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് ആളുകൾ കൂടുതലായാലും ആരോപണങ്ങളും തർക്കങ്ങളും ഒക്കെ പോകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നേതാക്കളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു സമിതിയിൽ വരുന്നത് നല്ലതായിരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് പൊതുവിൽ ഈ കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് നോമിനേറ്റ് ചെയ്തവരുടെ കൂട്ടത്തില് നേരത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന ചെറിയാൻ ഫിലിപ്പുണ്ട്. അതുപോലെ തന്നെ നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച VM സുധീരനുണ്ട്. വേണമെങ്കിൽ കഴിഞ്ഞ KPCC യോഗത്തിലൊക്കെ VM സുധീരൻ കെ സുധാകരനായിട്ട് ഉടക്കുകയും കെ സുധാകരൻ പരസ്യമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എങ്കിലും അദ്ദേഹത്തെ ഇപ്പൊ ഒഴിവാക്കിയാൽ അതിന്റെ പേരിലാണെന്നുള്ളൊരു വ്യാഖ്യാനം വന്നേക്കാം. അതായത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 36 അംഗ സമിതിയിൽ 4-5 MP ഒഴിച്ച് ബാക്കി എല്ലാ MP ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പിനാണ് ഇപ്പൊ ഏറെക്കുറെ കൂടുതൽ പരാതിയുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കുറെ പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും അതിൽ ഷാഫി പറമ്പിൽ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നൊരു പരാതിയുണ്ട്. മുതിർന്ന നേതാവായിട്ടുള്ള KC ജോസഫോ അങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ. പക്ഷെ ബെന്നി ബെഹനാൻ ഇപ്പോഴും അതിനകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പരാതി കുറച്ച് നാളായിട്ട് ഗ്രൂപ്പ് തഴയപ്പെടുന്നു എന്നൊരു വികാരം അവർക്കുണ്ട്. ആ വികാരത്തിന്റെ ഒരു ഈ കമ്മിറ്റിയിൽ 36 അംഗങ്ങളാക്കിയിട്ടും ഗ്രൂപ്പിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന അത്രയും പ്രാതിനിധ്യമില്ല അതൊരു പ്രധാന വിഷയമായി മാറില്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഈ പരാതിയുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ ആ ലക്ഷ്യത്തെ തന്നെ ഇത് റദ്ദ് ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ആ 36 അംഗ സമിതിയിലേക്ക് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഒഴിവാക്കാവുന്ന ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അല്ല KC ജോസഫ് ഇതിനകത്ത് ഉണ്ട്. അപ്പൊ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ബെന്നി ബെഹനാനുണ്ട്, അടൂർ പ്രകാശ് ഉണ്ട്, MK രാഘവൻ, TN പ്രതാപൻ, ആന്റോ ആന്റണി, ഹൈബി ഈഡൻ, PC വിശ്വനാഥ്, ഷാനിമോൾ ഉസ്മാൻ, M ലിജു, T സിദ്ദീഖ്, AP അനിൽകുമാർ, സണ്ണി ജോസഫ്, റോജി M ജോൺ, N സുബ്രഹ്മണ്യൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ പട്ടികയിലുള്ളവരിൽ ആരെയാണ് ഒഴിവാക്കുക? ആരെ ഒഴിവാക്കിയിട്ടാണ് പുതിയ ആളുകളെ എടുക്കുക? ഇതിലിപ്പോ ആരെ ഒഴിവാക്കിയാലും ഒരു ഗ്രൂപ്പ് തീർച്ചയായിട്ടും പരാതി പറയും. ഇപ്പോ ഇവിടുത്തെ ആരോപണം എന്താണെന്ന് വെച്ചാൽ മുൻപ് 2 ഗ്രൂപ്പുകളായിരുന്നു. അതായത് ഗ്രൂപ്പും അതുപോലെ തന്നെ വിശാല ഗ്രൂപ്പും. ഇപ്പോ എന്ന് പറഞ്ഞാൽ ആ വിശാല ഗ്രൂപ്പിനകത്ത് KC വേണുഗോപാൽ എന്ന് പറയുന്ന പുതിയ അധികാര കേന്ദ്രം, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ, അവര് കൂടി വന്നപ്പോ സ്വാഭാവികമായിട്ടും ആ വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം വരുന്നു. മറുവിഭാഗങ്ങൾ തഴയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കേന്ദ്രത്തിലെ സ്വാധീനം ഉപയോഗിച്ച് AICCയിലെ അദ്ദേഹത്തിന്റെ കരുത്ത് ഉപയോഗിച്ച് ഇപ്പോ പുനഃസംഘടിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന പരാതിയിൽ പിന്നിലെ യഥാർത്ഥ കാര്യം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തം. പക്ഷേ നമ്മൾ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ, ഈ 36 അംഗ പട്ടിക പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ആരാണ് കൂടുതൽ മികച്ചവർ, ആരാണ് മോശക്കാരെന്ന് പറയാനാവാത്ത വിധം. ഇപ്പൊ പുതിയ തലമുറ എന്നാണെങ്കിൽ അങ്കമാലി MLA റോജി M ജോൺ അടക്കമുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സ്ത്രീ, ഒരു ഷാനിമോൾ ഉസ്മാൻ മാത്രം ഉണ്ടായിരുന്ന നേരത്തെ സമിതിയിൽ ഒരു വനിതാ പ്രാതിനിധ്യം കേവലം 1 മാത്രമായിരുന്നു. ഇത്തവണ അത് 3 ആക്കിയിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെ കൂടാതെ PK ജയലക്ഷ്മിയും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും AICC ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് തഴഞ്ഞു കഴിവുള്ളവരെ ഒഴിവാക്കി. കുറെ കൂടി കഴിവുള്ളവരുണ്ട്, അവരെ കൂടി അവർക്കും വേണമെങ്കിൽ ആഗ്രഹിക്കാം ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, ഞങ്ങൾ എന്താ മോശക്കാരാണോ എന്ന് ചിന്തിക്കാമെങ്കിൽ പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടവര് കോൺഗ്രസിലെ കരുത്തന്മാർ തന്നെയാണ്. സജീവം അല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ VM സുധീരനെ ആണോ എന്നെനിക്ക് സംശയം.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശിവനാട് രാജശേഖരനെ പോലെയുള്ളവരെയൊക്കെയാണോ ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സീനിയോറിറ്റിയും അതുപോലെ തന്നെ യുവത്വവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ കുറെ കൂടി ബാലൻസ് ചെയ്ത് കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സമിതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറയുന്നത്ര ആരോപണങ്ങൾ ഉന്നയിക്കാൻ വിമർശിക്കാൻ തക്ക പോലെയുള്ള ഒരു കമ്മിറ്റി ആണോ ഇത്? ഇപ്പോ ശശി തരൂർ പറഞ്ഞതുപോലെ ഇതിപ്പോ ഒരു ജംബോ കമ്മിറ്റി എന്ന് കോൺഗ്രസിന്റെ ഒരു ഇതനുസരിച്ചിട്ട് ഈ രാഷ്ട്രീയകാര്യ സമിതി ഒരു ജംബോ കമ്മിറ്റിയാണെന്ന് പറയാൻ കഴിയില്ല. അത് അത്രത്തോളം വലിയൊരു ജംബോ കമ്മിറ്റിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് ശശി തരൂർ അടക്കം പറഞ്ഞിട്ടുള്ളത്. പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ് അദ്ദേഹം. പോലും പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊരു ജംബോ കമ്മിറ്റിയാണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അങ്ങനെ ഒരു ആരോപണത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വരാനിരിക്കുന്ന വലിയ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കഴിയുന്നത്ര നേതാക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാം എന്താ പറയുക ട്രാക്ക് റെക്കോർഡും അതുപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്തും അവരുടെ കഴിവും ഒക്കെ വിനിയോഗിക്കാൻ പറ്റിയ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി സർഗാത്മകമായി, കുറെ കൂടി പ്രായോഗികമായി, അതുപോലെ തന്നെ പ്രയോജനപ്രദമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കമ്മിറ്റി 36 അംഗ കമ്മിറ്റി കൂടുന്നതും അതിലെല്ലാവരും പങ്കെടുക്കുന്നതും പലരും കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ പോലെ എണ്ണം കൂടുന്തോറും അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാന നേതാക്കളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.